എവറിത്തിങ് സ്റ്റോറി. അതെ ഒരു സ്റ്റോറി കേൾക്കുന്ന എങ്ങനെയാ, മ്യൂസിക്കിൽ എങ്ങനെയാ ഒരു സ്റ്റോറി കേൾക്കുക, അങ്ങനെ ഒരു ഇപ്പൊ ചില ആൾക്കാർ പറയല്ലോ പാട്ട് കേട്ടാ ഒരു പടം കണ്ട് തീർന്ന പോലെ ഉണ്ട്. യെസ് ആ സാധനം അത് കിട്ടണം, അത് കിട്ടണം. അത് താണ്ട സി ഈ മ്യൂസിക്കിന്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു, BGMന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കുറിച്ചാണ്. സുഷൻ ഇപ്പം റിലീസ് ചെയ്തിരിക്കുന്ന റേ എന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ട് മോർ ദാൻ മില്യൺസ് ഓഫ് വ്യൂസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ. ആൻഡ് ആ റേനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഇറ്റ്സ് എ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആൽബം ദാറ്റ് യു റിലീസ്ഡ്. സോ ടെൽ us about why you chose music like that. ആ കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു? ഒരു ഏലിയൻ ആൻഡ് ഒരു കൊച്ച്, ദാറ്റ് ബ്യൂട്ടിഫുൾ ബോണ്ട് ആൻഡ് എവറിത്തിങ്. കോൺസെപ്റ്റ് വിമൽ ചന്ദ്രന്റെ ഐഡിയ ആണ്. അവിടുന്ന് പുള്ളിയുടെ കയ്യിലുണ്ടായ ഒരു ഐഡിയ നമ്മൾ വീഡിയോയിലോട്ട്, പുള്ളിക്ക് പാട്ട് കേട്ടപ്പോൾ വന്നൊരു ഐഡിയ ആയിട്ടാണ് ഏലിയൻ ഐഡിയ വന്നത്. ആൻഡ് ഈവൻ ഐ ലൈക്ക് ഏലിയൻ കുട്ടി കുട്ടി ഐഡിയാസ്. വെരി ഈ വിവേകിന്റെ ഇൻസ്പിറേഷൻ, വിവേകിന് ഭയങ്കരമായിട്ടുണ്ടല്ലോ. വിവേക് പി വി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവരെ ഫസ്റ്റ് ഞാൻ സുഷിനെ കാണുമ്പം ഇവർ രണ്ടുപേരും ട്വിൻസ് പോലെ ഏത് നേരം ഒരുമിച്ചാണ്. വിവേക് വുഡ് ബി ഡൂഡ്ലിംഗ് ഓൾ ദീസ് തിങ്സ്. ഇപ്പോഴും ഏലിയൻ കോൺസെപ്റ്റ്. അപ്പൊ വിവിയായിട്ട് നമ്മൾ ഇത് അത് ഇനീഷ്യൽ കോൺവെർസേഷനിലൊക്കെ ഞാൻ വിവിനെ വിട്ടുണ്ട്. കാരണം ഇതിലും ബെറ്റർ ആയിട്ട് ആരുടെ ചോദിക്കാനില്ല ഏലിയനെ പറ്റിയിട്ട്. അവനൊരു ഏലിയൻ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഇല്ലേ, എനിക്ക് തോന്നിയില്ലേ? അവൻ വയസ്സാവുന്നില്ല, കുറച്ച് കാലമായിട്ട് അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അവന്റെ മുടിയുടെ കളർ എന്താ? ബ്ലാക്ക്. അപ്പൊ കുഴപ്പമില്ല. അപ്പം സോ പണ്ടത്തെ ഒരു ഐഡിയ അത് തിരിച്ചൊന്ന് റീവിസിറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് റേ. ആൻഡ് പിന്നെ ഇപ്പോഴാണ് അതൊരു മലയാളം പാട്ടാക്കിയതും ലൈക്ക് ഇപ്പോഴത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയിലോട്ട് അത് കൊണ്ടുവന്ന് ചെയ്യുക. പിന്നെ ബ്രേക്ക് ഫ്രം സിനിമ എന്ന് പറയുമ്പം ലൈക്ക് മോർ